ഹായ് ഹലോ. ഞങ്ങളിപ്പോൾ ഒരു തീർത്ഥാടന യാത്രയ്ക്ക് വന്നിട്ട് കേട്ടോ, കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂർ എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക്. ഞങ്ങളിപ്പോൾ അതൊരു വെളുപ്പിനെ 3:30 മണിക്ക് അവിടെ എത്തി. ഈ കാണുന്ന നദിയിൽ നിന്ന് കുളിച്ചിട്ട് വേണം അവിടെ പോകാനായിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഈ നദിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ നദിയിൽ നിന്ന് കുളിച്ച് 2 കല്ലെടുത്ത് ഉരച്ച് കഴിഞ്ഞാൽ ചന്ദനം കിട്ടുന്നത് പലരും പറഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. സംഭവം സത്യമാണ്. കുളി കഴിഞ്ഞ് 2 കല്ലരച്ചപ്പോൾ ചന്ദനം കിട്ടി. അത് വല്ലാത്തൊരു അത്ഭുതം കേട്ടോ. ഇത് അവിടുത്തെ ഒരു ആചാരമാണ്. അവിടുത്തെ പ്രധാന വഴിപാട് ഈ ഇളനീരാണ്. ഇളനീര് കൊണ്ടാണ് അവിടുത്തെ ദൈവത്തിനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സംഭവം നല്ല തിരക്കാണ്. ഒരു അടി അനങ്ങാൻ സ്പേസ് ഇല്ല, അത്ര അധികം ജനത്തിരക്കാണ്. അങ്ങനെ നേരം വെളുത്തപ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കണ്ണിനെ കുളിർമ വീഴുന്ന കാഴ്ചയാണ്. കാരണം ഇവിടുത്തെ അമ്പലേ ഓല കൊണ്ടാണ് അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഭയങ്കരമായിട്ട് കണ്ണിനെ കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. ഒരുപാട് ജനങ്ങൾ, എന്താ പറയുക, ഇവിടുത്തെ അമ്പലം മാത്രമല്ല ഈ ഓല കൊണ്ട്. ഇവിടെ താമസിക്കുന്ന ഓരോ തന്ത്രിമാരും ബന്ധപ്പെട്ട എല്ലാവിധ ആൾക്കാരും താമസിക്കുന്നത് ഓല കൊണ്ടുള്ള ഒരു കുടിലാണ്. അതൊക്കെ ഒരു എന്താ പറയുക, അത് ഭയങ്കരമായിട്ടൊരു കൗതുകമായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ ഈ ബീഹാരികളെ കണ്ടല്ലോ, അവരാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അവരെ തിരക്കാണ് മെയിനായിട്ട്. കണ്ടില്ലേ, ഒരുപാട് ഇളനീര് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് പുതിയൊരു ഒരു അനുഭവമാണിത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അമ്പലത്തിലേക്ക് വന്നത്. ഇവിടെ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു അമ്പലമാണ്. മഴ പെയ്ത കാരണം കാലിൻ്റെ ഒരു ഉപ്പുറ്റൂരൊക്കെ വെള്ളം നടന്നു. എന്നാലും തിരക്കിന് ഒരു കുറവില്ല. ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു അമ്പലം. നല്ലൊരു കൗതുകമാണ്. പിന്നെ ഇതിൻ്റെ പുറകിലും മലയാണ്. ആ മലയിൽ നിന്ന് മഞ്ഞിങ്ങനെ പെയ്യണത് ശരിക്കും കാണാം. അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഒരു തീർത്ഥാടന യാത്ര നടത്തി. അപ്പോൾ വരാത്തവരാണെങ്കിൽ ഒരു വട്ടോടെ വരണം. കണ്ടില്ലേ, ഈ കുടിലൊക്കെയാണ് ഇവിടെ അമ്പലം ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ടാവും, ഇന്ന ആൾക്കാർ ഇന്ന ആൾക്കാർ ഇന്നത്. എന്തായാലും വരാത്തവർ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ അടിപൊളിയാണ്. ഈ മാസം മാത്രമുള്ളൂ ഈ അമ്പലം തുറക്കുക. അടുത്ത മാസമായിട്ട് ഇത് അടച്ചിടും.